നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ, സമയം എത്രയെന്നറിയോ? വിഷുസദ്യ ഉണ്ണേണ്ട സമയ. നമ്മുടെ മോളിപ്പോ സുന്ദരിക്കൊപ്പം ഇരുന്ന് വിഷുസദ്യ കഴിക്കായിരിക്കും. ഞാനും നീയും മാത്രം തനിച്ചായി. എങ്കിൽ പിന്നെ ഞാനും എന്റെ വിഷുസദ്യ കഴിക്കട്ടെ. സദ്യയൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് വരാം. എങ്ങനുണ്ട് എന്റെ വിഷുസദ്യ? ബ്രെഡും ജാമും സൂപ്പർ അല്ലേ? നിങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്താ ആഘോഷിക്കാനോടും? ജീവൻ നിലനിർത്തി പോണം, അത്രയേ ഉള്ളൂ. എന്റെ മോളെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഒരാഘോഷവും എനിക്കുണ്ടാവില്ല. സത്യമാണ്. താൻ നോക്കിക്കോ, അടുത്ത വിഷുവിന് ഞാൻ സദ്യ ഒരുക്കും. തന്റെ മുന്നിലിരുന്ന് ഞാനും നമ്മുടെ മോളും കൂടിയിരുന്ന് വിഷു സദ്യ കഴിക്കും. അവള് നമുക്കൊപ്പം ഉണ്ടാവും, ഉറപ്പ്. എന്റെ കൃഷ്ണമാമ, ഞാനും ലതമാമയും കൂടി ആ സമയത്ത് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ മുരുകമാമയ്ക്ക് ഇവിടെ നിന്ന് നാട് വിടേണ്ടി വന്നേനെ. ഞങ്ങള് ചെന്ന് കാണുമ്പോ ആ ക്രിസ്റ്റിയെ നിലത്ത് കിടത്തി നെഞ്ചത്ത് ചവിട്ടിപ്പിടിച്ച് അയാളെ കൊല്ലാൻ പോവാ. പണ്ടേ ഇവന്റെ സ്വഭാവം ഇങ്ങനെയാ, എന്നേക്കാൾ ക്ഷമയുള്ളവനാ. പക്ഷേ അതിന്റെ ഒരു പരിധി കഴിഞ്ഞാ പിന്നെ പിടിച്ചാ കിട്ടില്ല. അത് പിന്നെ ലതയവൻ പിടിച്ചോണ്ട് പോയിന്ന് അറിഞ്ഞപ്പോ എന്റെ കൺട്രോള് പോയി. വർഷങ്ങളായിട്ട് ഞാൻ തന്നെ മറക്കാൻ ശ്രമിച്ചിരുന്ന എന്റെ പഴയ സ്വഭാവം പുറത്തു വന്നു. പിന്നെ കണ്ണു കാണാൻ പറ്റിയില്ല, എന്തൊക്കെയോ ചെയ്തു. സത്യത്തില് അവനെ ഞാൻ കൊന്നു കളഞ്ഞനെ. ഇന്നത്തോടെ ഈ നിയന്ത്രണം വിട്ടുള്ള പരിപാടി നിർത്തിക്കോണം. എനിക്ക് ഈ മുരുകനെ വേണ്ട, എനിക്കെന്റെ പഴയ മുരുകനെ മതി. കൊച്ചിലൈവന്മാരെ ത്രിമൂർത്തികളെന്നാ വിളിച്ചിരുന്നേ. മുരുകൻ, കൃഷ്ണൻ, ദേവരാജൻ. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറഞ്ഞതുപോലെ. അതില് പാവം എന്റെ മോനായിരുന്നെന്ന് തോന്നുന്നു ദേവരാജൻ. അല്ലേലും എന്റെ അച്ഛൻ പാവമായിരിക്കും. ഇവരോടുള്ള കൂട്ടുകെട്ടിലാ പാഴായി പോയത്. അയ്യടി, അമ്മ പറഞ്ഞതിലൊരു സത്യമുണ്ട്. ദേവരാജൻ പാവമായിരുന്നു. ഞാനും ചേട്ടനും കൂടി അവിടെ ഇവിടെയൊക്കെ പോയി എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു വയ്ക്കും. ഇതിന്റെ എല്ലാം പഴി ഒന്നും അറിയാത്ത ദേവരാജന്റെ തലയിൽ വീഴും. എന്നാ ഞാനത് ചെയ്തിട്ടില്ല എന്ന് ദേവരാജൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചുമ്മാ കയറിയങ്ങ് ഏക്കും. ഞങ്ങൾ മൂന്നുപേരും കൂടിയാ ചെയ്തതെന്ന്. എന്റെ മരണം പോലും അവനല്ലേ ഏറ്റുവാങ്ങിയത്. അത്രയ്ക്ക് ശുദ്ധനായിരുന്നു അവൻ. അതെ, ഈ ഓൾഡ് സ്റ്റോറീസും മെമ്മറീസും ഒക്കെ ഒരല്പം ബോറാവുന്നുണ്ട് കേട്ടോ.
വിഷുവായിട്ട് ഇങ്ങനെ പഴങ്കഥ പറഞ്ഞോണ്ടിരുന്നാ മതിയോ? നമുക്കെല്ലാവർക്കും കൂടി ഒരു സിനിമയ്ക്ക് പോയാലോ? ഒന്ന് പോയേ. വർഷങ്ങൾ കൂടി എല്ലാരും കൂടെ ഒന്ന് ഒത്തുകൂടി കണ്ടുമുട്ടിയപ്പോ തിയേറ്ററിൽ പോയി ഇരുട്ടത്ത് മിണ്ടാതിരിക്കാനോ? അതൊന്നും വേണ്ട. ഇവിടെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും കൂടി കണ്ണുകെട്ടി കളിക്കാം. കണ്ണുകെട്ടി കളിയൊക്കെ കൊള്ളാം, അത് അവിടെ നിൽക്കട്ടെ. ഇന്നലെ മുതൽ സുന്ദരി ചേച്ചി സർപ്രൈസ് തരൂന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് വേറൊരാൾ ഇവിടെ സർപ്രൈസ് തരൂന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ആ പറഞ്ഞത് ശരിയാ. ആരോ ഒരാള് വലിയ സർപ്രൈസ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും ഞെട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു. വിഷുവായിട്ട് സർപ്രൈസും വന്നില്ല, ഒന്നും വന്നില്ല. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അതേലോ, മോള് തന്നെയല്ലേ സർപ്രൈസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞത്? എന്നിട്ട് എവിടെ സർപ്രൈസ്? ദേ ശ്രീദേവി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കല്ലേ. നടക്കാത്ത ഓരോ കാര്യങ്ങൾ കേറി അങ്ങ് പറഞ്ഞോളൂ. എല്ലാരും ഓരോന്ന് പറഞ്ഞു, മഴയോ അതേട്ടെന്താ വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. കാര്യമൊന്നും ആക്കണ്ട. ഞാൻ വെറുതെ പറഞ്ഞൊന്നും അല്ല. വെറുതെ അല്ല പറഞ്ഞതെങ്കിൽ സർപ്രൈസ് എവിടെ? ആദ്യം അത് കാണിക്ക്. എന്റെ സർപ്രൈസ് വരും. ആ സർപ്രൈസായി ജമ്മു കാശ്മീരിൽ നിന്ന് വന്നോണ്ടിരിക്കുക. ദേ ഇപ്പോ ട്രെയിനില്ല, മധ്യപ്രദേശ് കഴിഞ്ഞു കാണും. ആ ഇപ്പൊ വരും. എന്തിനാണോ എന്തോ വെറുതെ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞോളൂ. നടക്കാത്ത കാര്യമൊന്നും അല്ല, നടക്കുന്ന കാര്യം തന്നെയാ. അമ്മൂട്ടി, ഞാൻ ഈ ഫോൺ എടുക്കുവാണേ. അതിന് ഫോണും കൊണ്ട് എങ്ങോട്ട് പോവാ? സർപ്രൈസിനെ വിളിക്കാൻ. ആ അത് കൊള്ളാലോ. സർപ്രൈസിന് ഫോൺ നമ്പർ ഒക്കെ ഉണ്ടോ? സർപ്രൈസിന് ഫോൺ നമ്പർ ഉണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആള് വല്ലാത്ത കുറുമ്പത്തെയാണല്ലോ. ഇതൊന്നും അല്ല, ഐറ്റം കാണാനിരിക്കുന്നതേ ഉള്ളൂ. നല്ല രസമാ. ഏത് നേരവും തല്ലുകൂടാൻ വരുന്നത് എന്നോടാ. ആ അത് വെറും ഷോയാ. അച്ഛമ്മ 1 മണിക്കൂർ കണ്ടില്ലെങ്കിൽ അപ്പ ചോദിച്ചു തുടങ്ങും, അച്ഛമ്മ എവിടെ, അച്ഛമ്മ എവിടെയെന്ന്. എന്നെ വേണ്ട അവൾക്ക്, അച്ഛമ്മയാ ജീവൻ. അങ്ങനെ നമ്മുടെ വിഷു സദ്യ കഴിഞ്ഞു. സൂപ്പർ. സൂപ്പറാ. കണ്ടില്ലേ ബെല്ലടിച്ചത്? എന്നെടുക്കട്ടെ. ഹലോ. ഹലോ അല്ല, കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. മാസ്റ്റർമാരായാലേ പറഞ്ഞ വാക്ക് പാലിക്കണം, അല്ലാതെ പറ്റിക്കരുത് കേട്ടോ. അയ്യോ, മഴമോളായിരുന്നോ? അയ്യോ, മഴമോളല്ല, മഴമോളാണ്. ഇതെന്തു പറ്റി? വലിയ ദേഷ്യത്തിലാണല്ലോ. പിന്നെ ദേഷ്യം വരാതിരിക്കോ? എല്ലാരും കൂടി ചേർന്ന് എന്നെ കളിയാക്കി കൊല്ലുവാ. അത് മാസ്റ്ററിന് അറിയോ? കളിയാക്കിയെന്നോ? ആര്? എന്തിന്? ഞാൻ ഇന്നലെ മുതൽ എല്ലാവരോടും പറയാ, വിഷുവിന് ഒരു സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ് ഉണ്ടെന്ന്. ഇപ്പൊ അവര് ചോദിക്ക, സർപ്രൈസ് എവിടെയെന്ന്. ആ അതെന്നല്ലേ ഞാനും ചോദിക്കുന്നത്. അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ സർപ്രൈസ് എന്താ കൊടുക്കാത്തെ? എന്റെ മാസ്റ്ററെ, ഞാൻ കൊടുക്കാൻ പോകുന്ന സർപ്രൈസേ മാസ്റ്റർ അല്ലായിരുന്നോ? ഞാനോ? ഞാനെന്ത് സർപ്രൈസ്? മാസ്റ്റർ അല്ലേ എന്നോട് വിഷുവിന് വീട്ടിൽ വരാന്ന് പറഞ്ഞ, എന്നിട്ട് വന്നോ? സർപ്രൈസ് ആയിട്ട് MK മാസ്റ്ററിനെ കൊണ്ടുവന്ന് എല്ലാരും കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചപ്പോ മാസ്റ്റർ എന്നെ പറ്റിച്ചു.